മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം സുഭാഷിതം 14:30, The book of Proverbs, chapter 14, verse 30. പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു, അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. അസൂയ പാപമാണ്, അത് ജീവിതത്തെ തല്ലി തകർക്കും. ഏതെങ്കിലും വിധത്തിൽ നമ്മേക്കാൾ ഉയർന്നവരോട് തോന്നുന്ന വെറുപ്പാണ് അസൂയ. നമ്മോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരാൾ നമ്മേക്കാൾ പൊതുസമ്മതനാവുകയും ആളുകൾ അയാളെ പുകഴ്ത്തുകയും ചെയ്താൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. മനപ്രയാസവും അസൂയയും ഉണ്ടാകുമോ? നമ്മുടേതിനേക്കാൾ മെച്ചമായ വീട് വേറൊരാൾക്കുണ്ടെങ്കിൽ അസൂയ തോന്നുമോ? സ്നേഹിതന് സ്കോളർഷിപ്പ് ലഭിച്ചെന്നറിയുമ്പോൾ മനപ്രയാസം ഉണ്ടാകുമോ? അത് അസൂയാണ്. നമ്മുടെ നാശത്തിനത് കാരണമാകും. അസൂയ ആത്മനാശത്തിനും കാരണമാകും. ജോസഫിന്റെ സഹോദരന്മാർ അസൂയാലുക്കളായി സഹോദരനെ അടിമയാക്കി ഈജിപ്തുകാർക്ക് വിറ്റു. അവസാനം അവർ സഹോദരന് മുമ്പിൽ കുമ്പിടേണ്ടി വന്നു. അഹറോനും മിറിയാമും മോശയുടെ ഉയർച്ചയിൽ അസൂയപ്പെട്ട് എതിർത്തു. അവർ കുഷ്ഠരോഗബാധിതരായി. ഈശോയെ കൊല ചെയ്യുവാൻ യഹൂദന്മാർ മുറവിളി കൂട്ടിയത് അസൂയ നിമിത്തമായിരുന്നെന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. വിവരം യഹൂദന്മാരെ അറിയിക്കുകയും ചെയ്തു. അവർ നിർബന്ധിച്ച് ഈശോയെ ക്രൂശിച്ചു. അതേ, യഹൂദർ ശപിക്കപ്പെടുവാനത് കാരണമായി. ഇരുമ്പ് തുരുമ്പ് പിടിച്ചാൽ നശിക്കുന്നത് പോലെ അസൂയ ജീവിതത്തെ നശിപ്പിക്കും. ആരോടെങ്കിലും അസൂയ തോന്നിയാൽ അത്തരം ചിന്തകളെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയണം. അവർക്ക് കൂടുതൽ നന്മ വരുവാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ അസൂയയാകുന്ന മാരക രോഗം ഇല്ലാതാകും. അസൂയ ജീവിതത്തെ തിന്ന് നശിപ്പിക്കുന്ന തുരുമ്പാണ് എന്ന് ഓർക്കുക. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.